കോട്ടയം അയർക്കുന്നത്തെ ഇതര സംസ്ഥാനക്കാരിയുടെ കൊലപാതകത്തിൽ പ്രതി തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചെന്ന് കണ്ടെത്തി. കൊല്ലപ്പെട്ട അൽപ്പനയുടെ മൊബൈൽ ഫോണും വസ്ത്രങ്ങളും പ്രതി ഒളിപ്പിച്ചെന്ന് പോലീസ് കണ്ടെത്തി. പ്രതിക്കായി നാളെ കസ്റ്റഡി അപേക്ഷ നൽകുമെന്ന് അയർക്കുന്നം പോലീസ് അറിയിച്ചു. ടോപ്പി ജോൺസൺ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന്. ടോപ്പി, ഗുഡ് മോർണിംഗ്, ഹാപ്പി ദിവാലി. അപ്പോൾ പറയൂ, ദീപാവലിയിലേക്ക് സ്വാഗതം. ഹാപ്പി ദീപാവലി SKN. എന്തായാലും ഈ ഒരു സംഭവം ഒരു നാടിനെ നടുക്കിയൊരു ഗ്രാമമാണ് അയർക്കുന്നം. ആ നാടിനെ നടുക്കിയൊരു സംഭവമായിരുന്നു. ഇന്നലെ തെളിവെടുപ്പ് നടത്തിയപ്പോൾ ആ മൃതദേഹം കണ്ടെത്തിയപ്പോൾ ആളുകളൊക്കെ ഞെട്ടലോടുകൂടിയാണ് ഈ ഒരു വാർത്ത നോക്കിക്കണ്ടത്. 2 ദിവസം കൊണ്ട് പോലീസിന് ഈ കേസ് തെളിയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യം. അതോടൊപ്പം തന്നെ തെളിവ് ശേഖരണത്തിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ്. നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കൊലപാതകത്തിന് ശേഷം പ്രതി തെളിവ് നശിപ്പിക്കാനുള്ള നടപടികൾ കൂടി സ്വീകരിച്ചിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഈ മൊബൈൽ ഫോണും ഒപ്പം തന്നെ ഈ അൽപ്പന എന്ന് പറയുന്ന കൊല്ലപ്പെട്ട യുവതിയുടെ വസ്ത്രങ്ങളും ഈ പ്രതി എവിടെയോ കൊണ്ടുപോയി ഉപേക്ഷിച്ചിട്ടുണ്ട്. അത് കണ്ടെടുക്കേണ്ടത് ഈ കേസിൽ നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. മിനിഞ്ഞാന്ന് അറസ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അതിനുശേഷം ഇന്ന് ദീപാവലി ആയതുകൊണ്ട് അവധിയാണ്, കോടതി അവധിയാണ്. നാളെ കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. 5 ദിവസമെങ്കിലും കസ്റ്റഡിയിൽ ആവശ്യപ്പെടേണ്ടി വരുമെന്നാണ് പോലീസ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. തെളിവെടുപ്പ് അത്രത്തോളം നിർണായകമാണ്. ഇത് എവിടെയോ കൊണ്ടുപോയി ഒളിപ്പിച്ചിട്ടുണ്ട് ഈ മൊബൈൽ ഫോണും വസ്ത്രങ്ങളും എന്നാണ് പ്രതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് റിക്കവർ ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനുവേണ്ടിയുള്ള നടപടിയിലേക്കാണ് പോലീസ് ഇപ്പോൾ കടന്നിട്ടുള്ളത്. ഒപ്പം തന്നെ വിശദമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ കൂടി വേണ്ടിവരും. ആ ചോദ്യം ചെയ്യലും കൂടി ഈ കസ്റ്റഡി സമയത്ത് നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, മണിക്കൂറുകൾ കൊണ്ട് ഈ കേസ് തെളിയിക്കാൻ കേരള പോലീസിന് സാധിച്ചു എന്നുള്ളൊരു കാര്യമാണ്. കാരണം ഭാര്യയെ കാണുന്നില്ലെന്ന് പറഞ്ഞ ഒരു പരാതിയുമായി ഇതര സംസ്ഥാനക്കാരനായ സോണി ഈ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഇയാളോട് കൂടുതൽ വിശദാംശങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടി വരണമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ വന്നില്ല. ഇയാളുടെ പെരുമാറ്റത്തിൽ അയർക്കുന്നം പോലീസിലെ ഉദ്യോഗസ്ഥർക്ക് തോന്നിയ ചില സംശയങ്ങളാണ് ഈ കേസിന്റെ ചുരുളഴിച്ചത്. എന്തായാലും കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ തെളിവെടുപ്പിലേക്ക് പോകാൻ തന്നെയാണ് അയർക്കുന്നം പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.